പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് കെമിസ്ട്രിയുടെ 4ാമത്തെ വീഡിയോ ക്ലാസ്സിലാണ് അല്ലേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളെ കുറിച്ചിട്ടാണ്. ബ്ലോക്കുകൾ ശ്രദ്ധിക്കുക. ബ്ലോക്കുകൾ പീരിയോഡിക് ടേബിളിൽ ആകെ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. ഓക്കെ, ഈ ബ്ലോക്കുകൾക്ക് ഓരോ പേരുണ്ട്. നോക്കുക, നമ്മുടെ സബ്ഷെല്ലിന്റെ അതേ പേരുകൾ തന്നെയാണ് ബ്ലോക്കുകൾക്കും ഉള്ളത്. നമുക്ക് നോക്കാം. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഇങ്ങനെ 4 ബ്ലോക്കുകളാണ് ടേബിളിൽ ഉള്ളത്. നമുക്ക് ഓരോ ബ്ലോക്കിനെ കുറിച്ചും വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോകളും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് എസ് ബ്ലോക്ക്, ആദ്യം എസ് ബ്ലോക്ക് പറയാം. എസ് ബ്ലോക്ക് നോക്കൂ, പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പിനെയാണ് എസ് ബ്ലോക്ക് എന്ന് വിളിക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിനെയാണ് 1, 2 ഗ്രൂപ്പുകളെയാണ് പൊതുവെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുക. ഇനി എന്തുകൊണ്ടാണ് ഇവയെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കാനുള്ള കാരണം നോക്കൂ. നമുക്ക് ഏതെങ്കിലും ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം. 1ാം ഗ്രൂപ്പിലുള്ള മൂലകമാണ് സോഡിയം അല്ലെ. നമ്മൾ മുൻ പരിചയപ്പെട്ടിട്ടുണ്ട്. സോഡിയത്തിന് അറ്റം നമ്പർ 11 ആണ്. അപ്പൊ സബ്ഷെല്ല് 1s2, 2s2, 2p6, 3s1. നോക്കൂ, ഈ അവസാന സബ്ഷെല്ല് 3s ആണ്. അതായത് അവസാന ഇലക്ട്രോണുകൾ അല്ലെ. ഇവിടെ അവസാന ഇലക്ട്രോൺ 3s1, ഒരു ഇലക്ട്രോണാണ് ഇതിന്റെ അവസാനം. അപ്പൊ ഈ അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്ന സബ്ഷെല്ലായിരിക്കും അതിന്റെ ബ്ലോക്ക്. മനസ്സിലായോ? അതായത് അവസാന ഇലക്ട്രോൺ, ഇവിടുത്തെ അവസാന ഇലക്ട്രോൺ ആണ് ഈ 1. അത് ഏത് സബ്ഷെല്ലിലാണോ വന്നു ചേരുന്നത് അതായിരിക്കും അതിന്റെ സബ്ഷെല്ല്. അപ്പോ ഈ 1ാമത്തെ ഗ്രൂപ്പ്, 2ാമത്തെ ഗ്രൂപ്പ് ഏത് മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി കഴിഞ്ഞാലും അവയിലെ അവസാന ഇലക്ട്രോണുകൾ എസ് സബ്ഷെല്ലിൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവ എസ് ബ്ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കൊരു എക്സാമ്പിൾ കൂടെ എഴുതി നോക്കാം. മഗ്നീഷ്യം 12 ആണ് അറ്റോമിക് നമ്പർ. നോക്കൂ, 1s2, 2s2, 2p6, 3s2. കണ്ടോ നിങ്ങള്? അവസാന ഇലക്ട്രോണുകൾ 3sലാണ് അല്ലെ. ഈ അവസാന 2 ഇലക്ട്രോൺ എന്നുള്ളത് 3sലാണ്. അതുകൊണ്ട് ഇതിന്റെ ബ്ലോക്കും എസ് ആണ്. അപ്പൊ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. എസ് ബ്ലോക്ക് അല്ലെ, 1, 2 ഗ്രൂപ്പ്. പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പിനെയാണ് എസ് ബ്ലോക്ക് എന്ന് വിളിക്കുക. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? ഇവയിലെ അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് എസ് സബ്ഷെല്ലിലാണ്. ഇനി ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെ പ്രത്യേകതകളാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾക്കുള്ളത്? നോക്കൂ, എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. 1, ഇവക്ക് കുറഞ്ഞ അയോണീകരണ ഊർജമാണുള്ളത്. കുറഞ്ഞ അയോണീകരണ ഊർജമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കുള്ളത്. 2ാമത്തത് കുറഞ്ഞ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ് ഇവക്കുള്ളത്. പിന്നെ ഇവ അയോണിക സംയുക്തങ്ങളാണ് ഇവ ഉണ്ടാക്കുന്നത്. അയോണിക സംയുക്തങ്ങൾ മനസ്സിലായല്ലോ. അയോണിക സംയുക്തങ്ങൾ. അതുപോലെ തന്നെ ഇവക്ക് ലോഹ സ്വഭാവം കൂടുതലാണ്. 4ാമത്തത് ലോഹ സ്വഭാവം കൂടുതലാണ് ഇവക്കുള്ളത്. പിന്നെ മറ്റൊന്ന്, രാസപ്രവർത്തന വേളയിൽ ഇവ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ഇനി വേറൊന്ന്, 6ാമത്തത്, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ഗ്രൂപ്പ് എന്ന് നമുക്ക് അറിയാം, കുത്തനെയുള്ള ഗോളങ്ങളാണ് ഗ്രൂപ്പ് എന്ന് പറയാം. ഈ ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ക്രിയാശീലത കൂടി വരും. റിയാക്ടിവിറ്റി, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള കഴിവാണ് ക്രിയാശീലത. അപ്പോ ഈ ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ക്രിയാശീലത കൂടി വരും അല്ലെ.
ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്തിനുണ്ട്? എസ് ബ്ലോക്കിനുണ്ട്. എല്ലാം എഴുതി എടുക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് എസ് ബ്ലോക്കിലേക്ക് പോകാം. നോക്കൂ, എസ് ബ്ലോക്ക്, സോറി പി ബ്ലോക്ക്, രണ്ടാമത്തെ ബ്ലോക്കാണ് പി ബ്ലോക്ക് അല്ലെ. ഈ പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ 13 മുതൽ 18 വരെ ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് എന്ന് വിളിക്കുക. 13 മുതൽ 18 ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുക. നോക്കൂ, ഈ മൂലകങ്ങളെ പി ബ്ലോക്ക് എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഇവയിലെ അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത് പി സബ്ഷെല്ലിൽ ആയിരിക്കും, പിയിലായിരിക്കും. നമുക്കൊരു 2 എക്സാമ്പിൾ എഴുതി നോക്കാം. അപ്പൊ നോക്കൂ, അലൂമിനിയം 13 അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ. നോക്കൂ, 1s2, 2s2, 2p6, 3s2, 3p1. കണ്ടോ, അവസാന ഇലക്ട്രോൺ വന്നിരിക്കുന്നത് പിയിലാണ്, പി ബ്ലോക്കാണ് അല്ലെ. ഇനി മറ്റൊന്ന് ഓക്സിജൻ 8, 1s2, 2s2, 2p4. കണ്ടില്ലേ, അവസാനം പിയില്. അപ്പൊ അത്രയേ ഉള്ളൂ. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാല് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാന ഇലക്ട്രോണുകൾ പി സബ്ഷെല്ലിൽ ആണെങ്കിൽ അവ പി ബ്ലോക്ക് ആയിരിക്കും. ഏതൊക്കെയാണ് ഈ പി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് എന്ന് വിളിക്കുക. ഇനി പി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ പി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത നോക്കൂ. ഈ പി ബ്ലോക്ക് മൂലകങ്ങള് 3 അവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട്: ഖരം, ദ്രാവകം, വാതകം അല്ലെ. അപ്പോ പി ബ്ലോക്ക് മൂലകങ്ങള് ഖരം, അതുപോലെ ദ്രാവകം, വാതകം, ഈ 3 അവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട് പി ബ്ലോക്ക് മൂലകങ്ങൾ. മനസ്സിലാക്കാം. പിന്നെ വേറൊന്ന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് ഈ മൂലകങ്ങൾക്ക്. ഓക്കെ. പിന്നെ മറ്റൊന്ന് ലോഹീയ സ്വഭാവം കുറവാണ് ഈ പി ബ്ലോക്ക് മൂലകങ്ങൾക്ക്. മനസ്സിലാക്കുക. അതുപോലെ തന്നെ അയോണീകരണ ഊർജം കൂടുതലായിരിക്കും. അയോണീകരണ ഊർജം കൂടുതലാണ്. ഇങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഏതിനുണ്ടായിരിക്കും? ഈ പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉണ്ട് അല്ലെ. അപ്പൊ പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറഞ്ഞാല് 13 മുതൽ 18 വരെ ഗ്രൂപ്പുള്ള മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുക. ഈ പ്രധാനപ്പെട്ട പ്രത്യേകത ഇവക്കുണ്ട്. മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ ബ്ലോക്ക് മൂലകമായ ഡി ബ്ലോക്കിനെ കുറിച്ചിട്ട് പറയാം. ഡി ബ്ലോക്ക് നോക്കൂ. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് പൊതുവെ ഡി ബ്ലോക്ക് എന്ന് പറയും. ഡി ബ്ലോക്ക്. അപ്പൊ ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സാധാരണ അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്ന സബ്ഷെല്ലല്ലേ നമ്മൾ പൊതുവെ പറഞ്ഞത്. അപ്പൊ ഡി ബ്ലോക്ക് ഇങ്ങനെ തന്നെയാണ് അല്ലെ. ഇവയിലെ അവസാന ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി സബ്ഷെല്ലിൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവയെ ഡി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ. നോക്ക്, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ സ്കാൻഡിയം 21 അറ്റോമിക് നമ്പർ. നോക്കൂ, 1s2, 2s2, 2p6, 3s2, 3p6, 3d ഇവിടെ ഉണ്ട്. ഇതിലേക്ക് പോകാതെ ഫോറസിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടല്ലോ. ഫോറസിൽ 2 എണ്ണം നിറയുന്നു, പിന്നീടാണ് ഡിയിലേക്ക് വരിക അല്ലോ. അപ്പൊ അവസാനം ഡിയിലാണ് വരുന്നത്. അവസാന ഇലക്ട്രോൺ ഡിയിലാണ്. ഡി ബ്ലോക്ക് അല്ലെ. ഡി ബ്ലോക്ക്. ഇനി നമുക്ക് വേറൊന്ന് എഴുതാം. അയൺ Fe26 ആണ് അറ്റോമിക് നമ്പർ. നോക്കൂ, എങ്ങനെ വരിക? 1s2, 2s2, 2p6, 3s2, 3p6, 3d ഉണ്ട്. ഇലക്ട്രോൺ ഇപ്പൊ പോകുന്നില്ല, ഫോറസിലേക്കാണ് ആദ്യം പോവുക. 3p കഴിഞ്ഞാൽ ഫോറസിൽ 2 എണ്ണം നിറയുന്നു,
പിന്നീട് അവസാനമാണ് ഇതിലേക്ക് വരുന്നത്, അവസാനിക്കുന്നത് ഇവിടെയാണ്. ഡി ബ്ലോക്ക് ആണ് അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡി ബ്ലോക്ക്. ഓക്കെ ആണല്ലോ. ഇനി ഡി ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഡി ബ്ലോക്കിന് ഉള്ളത്? പ്രത്യേകതകൾ അല്ലെ, ഡി ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നോക്കാം. ഡി ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ: ഒന്ന്, ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. ലോഹങ്ങൾ, ഡി ബ്ലോക്ക് മൂലകങ്ങളൊക്കെ പൊതുവെ മിക്കവാറും എല്ലാം ലോഹങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഡി ബ്ലോക്ക് മൂലകത്തിന്റെ അവസാന ഇലക്ട്രോണുകൾ നിറയുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ്. ബാഹ്യതമ ഷെല്ലിന്റെ തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണ് അല്ലെ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ നേരത്തെ നമ്മള് സ്കാൻഡിയം എഴുതിയപ്പോ ലാസ്റ്റ് വന്നത് ഫോറസ്റ്റ് 3D1 എന്നാണ്. ഫോറസ്റ്റ് 3D1 നോക്കൂ. 3P കഴിഞ്ഞിട്ട് ഈ ഫോറസ്റ്റിലേക്ക് പോകുന്നു. ഇതാണ് ബാഹ്യതമ ഷെല്ല്, നാലാമത്തെ ഷെല്ലാണിത് അല്ലെ. നാലാമത്തെ ഷെല്ല് KLMN, നാലാമത്തെ ഷെല്ല് അല്ലെ. അതില് പോയിട്ട് പിന്നെ അവസാനമാണ് ഡി ബ്ലോക്കിൽ. അപ്പൊ അവസാന ഇലക്ട്രോണുകൾ നിറയുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പുള്ള ഷെല്ലിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ഡി ബ്ലോക്ക് മൂലകങ്ങള് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. നിറമുള്ള അല്ലെ, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഓക്കെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് പറയാം. ഓക്കെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഒന്നിലധികം ഓക്സീകരണാവസ്ഥ ഉണ്ട്. ഓക്സീകരണാവസ്ഥ ഒന്നിലധികം ഓക്സീകരണാവസ്ഥ ആയിരിക്കുന്നുണ്ട് ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്സീകരണാവസ്ഥ എന്താണ്? ഓക്സീകരണാവസ്ഥ എന്നൊക്കെ നമ്മള് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും മതി. നമ്മള് 3 പ്രധാനപ്പെട്ട ബ്ലോക്ക് പറഞ്ഞു. എസ് ബ്ലോക്ക്, ഡി ബ്ലോക്ക്, പി ബ്ലോക്ക്. ഓരോ ബ്ലോക്കിലെ മൂലകങ്ങളും ഏതെല്ലാം ഗ്രൂപ്പിലാണ് പീരിയോഡിക് ടേബിൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇവയെ ഈ SPD ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്, അതുപോലെ തന്നെ ഓരോന്നിന്റെയും പ്രധാനപ്പെട്ട പ്രത്യേകതയും നന്നായിട്ട് മനസ്സിലാക്കുക. നോട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ.